പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 35-ാം ദിനം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തിയഡോർ റൂസ്വെൽറ്റ് ആഫ്രിക്കയിൽ നായാട്ടു വിനോദത്തിനായി പോയതായിരുന്നു. തിരികെ വന്ന അദ്ദേഹത്തിന്റെ കപ്പൽ ന്യൂയോർക്ക് തുറമുഖത്തെത്തിയപ്പോൾ ജനങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം വലിയ ആർപ്പുവിളികളോടും ആഹ്ലാദത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നാൽ ആ കപ്പലിൽ ദീർഘവർഷങ്ങൾ ആഫ്രിക്കയിലെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സാധു മിഷണറിയും ഭാര്യയും ഉണ്ടായിരുന്നു. കപ്പലിൽ നിന്നും ഇറങ്ങിയ അദ്ദേഹം നാലുപാടും നോക്കി. തങ്ങളെ സ്വീകരിക്കുവാൻ ആരും എത്തിയിട്ടില്ല. അവരുടെ ഹൃദയം നിരാശയും സങ്കടവും കൊണ്ട് നിറഞ്ഞു. 10 ദിവസം മൃഗങ്ങളെ വേട്ടയാടി രസിക്കാൻ പോയ പ്രസിഡന്റിന് രാജകീയ വരവേൽപ്പ്. ദീർഘവർഷങ്ങൾ ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ നേടാനായി കഷ്ടപ്പെട്ട തങ്ങളെ സ്വീകരിക്കുവാൻ ഒരു മനുഷ്യനുമില്ല. ഇതെന്തു നീതി! അനേക വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യം ക്ഷയിച്ച് രോഗങ്ങളാൽ ബാധിതരായി മടങ്ങി വരുന്ന തങ്ങളെ സ്വീകരിപ്പാൻ ആരുമില്ലല്ലോ എന്ന തോന്നൽ അവരെ വല്ലാതെ നിരാശപ്പെടുത്തി. ആ മിഷണറി ദമ്പതികൾ ദൈവത്തോട് ഒരുപാട് പരാതി പറഞ്ഞു. പരാതികളുടെയും പിറുപിറുക്കലുകളുടെയും ഒടുവിൽ ദൈവത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി: നീ ഇനിയും നിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല. നീ നിന്റെ വീടണയുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ ദൂതന്മാരുമായി വന്ന് സ്വീകരിക്കും. അതുകേട്ട മിഷണറിയുടെ ദുഃഖം സന്തോഷമായി മാറി. അതെ, തൻ്റെ യഥാർത്ഥ ഭവനം സ്വർഗമാണ്. അവിടെ എത്തുമ്പോഴാണ് തൻ്റെ ജീവിതം മാനിക്കപ്പെടുകയും സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യുക. നിത്യതയ്ക്കു വേണ്ടി ജീവിക്കുന്നവർ ഈ ലോകത്തിൻ്റെ ആദരവും അംഗീകാരവും കിട്ടാതെ പോകുന്നതിൽ നിരാശപ്പെടരുത്. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. നമ്മളും പലപ്പോഴും ഈ മിഷണറി ദമ്പതികളെ പോലെയാണ്. നമ്മുടെ അലച്ചിലുകളും കഷ്ടപ്പാടുകളും ആത്മാർത്ഥതയും ആദരിക്കപ്പെടാതെ പോകുമ്പോൾ ലോകത്തിൻ്റെ അനീതിയോർത്ത് നാം രോഷാകുലരായി പോകാം. കുടുംബത്തിനു വേണ്ടി ഉരുകിത്തീർന്നിട്ടും കുടുംബാംഗങ്ങൾ അത് തിരിച്ചറിയാതിരിക്കുമ്പോഴും ഇടവകകളിലും സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും സമൂഹത്തിലുമൊക്കെ നമ്മുടെ അധ്വാനം ആദരിക്കപ്പെടാതെ വരുമ്പോഴും നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടാം. നമുക്കെല്ലാം ശക്തിയും പ്രതീക്ഷയും പകരുന്ന ഈ ചിന്ത അപ്പോഴൊക്കെ മനസ്സിൽ നിറയ്ക്കുക. നമ്മുടെ ജീവിതം ഈ ലോകത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒന്നാണ്. ആ സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടുമ്പോഴാണ് ഈ ലോകം പ്രതിഫലം നൽകി ആദരിക്കാത്തതിൽ നാം നിരാശപ്പെട്ടു പോകുന്നത്. സങ്കീർത്തനക്കാരൻ 56-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? വിശ്വാസയാത്രയിൽ പതറിപ്പോകാതെ ഇരിക്കുവാൻ സങ്കീർത്തനക്കാരൻ്റെ ഈ വിശ്വാസം നമുക്കും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ലോകം മറ്റുള്ളവർക്ക് നൽകുന്ന സ്വീകരണത്തിലും ആദരവിലും നമ്മുടെ മനസ്സുടക്കാതിരിക്കട്ടെ. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവിടുന്നാണ് നമുക്ക് പ്രതിഫലം നൽകേണ്ടവൻ. അവിടുത്തെ സമയത്തിനും നിത്യഭവനത്തിനുമായി ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം. അംഗീകാരവും ആദരവും കിട്ടാത്ത നിമിഷങ്ങളുടെ വേദന ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തെ പോലെ നമ്മെ മനസ്സിലാക്കുന്ന മറ്റാരുണ്ട് ഈ ഭൂമിയിൽ? ഈ നോമ്പുകാലം അംഗീകാരങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ നിരാശപ്പെട്ടു പോകാതെ അർഹിക്കുന്ന അംഗീകാരം കൃത്യസമയത്ത് നമ്മെ തേടിയെത്തുമെന്ന വിശ്വാസത്തിൽ
ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.